അപ്പോൾ ഞാനിതേപോലെ കുറച്ച് പേസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ വൈറ്റ് പേസ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലൈറ്റർ, ഗ്യാസൊക്കെ കത്തിക്കുന്ന ലൈറ്റർ, അതേപോലെ തന്നെ തുരുമ്പിച്ച കത്രിക, അതൊക്കെ ക്ലീൻ ചെയ്യുന്നതിനായിട്ട് ഈ പേസ്റ്റിനകത്തോട്ട് ഒരു തുള്ളി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു നനവിന് വേണ്ടിയിട്ട് ഒരു തുള്ളി കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ആ ലൈറ്ററിനകത്തോട്ട് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര നാളുകൊണ്ട് തുരുമ്പിച്ച ലൈറ്റർ, അതേപോലെ കത്രിക, കത്തി, സ്റ്റീൽ പാത്രം, നൈൽ കട്ടർ, എന്ത് സാധനം വേണേലും, അതേപോലെ തന്നെ തേപ്പ് പെട്ടി, അപ്പോൾ ഇതൊന്നും നമ്മൾ ക്ലീൻ ചെയ്യാറില്ല. നമ്മളിതെല്ലാം ഉപയോഗിച്ചിട്ട് സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ലൈറ്റർ ആണെങ്കിലും, അതേപോലെ മീൻ കട്ട് ചെയ്യുന്ന കത്രിക, അതേപോലെ തന്നെ തേപ്പ് പെട്ടി, അയൺ ചെയ്യുന്ന. അപ്പം ഇതെല്ലാം നമ്മൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ അതിൻ്റെ ആ കറയും തുരുമ്പും എല്ലാം മാറിയിട്ട് പുതിയതുപോലെ ആക്കിയിട്ടും. അപ്പോൾ ഇതേപോലെ താണ്ടെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളത്തിൽ ഒരു ടിഷ്യൂ പേപ്പർ മുക്കിയിട്ട് തന്നെ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അത് വെച്ച് വേണമെങ്കിലും ഇതേപോലെ തുടച്ചെടുക്കാവുന്നതാണ്. അപ്പം നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണിത്. അപ്പം അതിനകത്തുള്ള ആ മഞ്ഞക്കറകളെല്ലാം മാറിക്കിട്ടും. കാരണം നമ്മളിത് സ്ഥിരം ഉപയോഗിച്ചിട്ട് മാറ്റിയിടുക ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും അത് ക്ലീൻ ചെയ്യാറില്ല. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ കുറേ നാളത്തേക്ക് പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ തുരുമ്പ് പെട്ടെന്ന് കയറിപ്പിടിക്കത്തുമില്ല. അപ്പോൾ ആ ഭാഗം നനയാതെ സൂക്ഷിക്കുക. ലൈറ്ററിൻ്റെ മുകൾ ഭാഗം നനയാതെ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പുതിയതുപോലെ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഉടനെയൊന്നും ഇത് നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്തില്ലെങ്കിലും തുരുമ്പിച്ചൊന്നും പോകത്തില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നൈൽ കട്ടർ, തേപ്പ് പെട്ടി, കത്തി, അതേപോലെ തന്നെ കത്രിക, പിന്നെ നമ്മുടെ കയ്യിൽ സ്റ്റീൽ പാത്രമൊക്കെ തുരുമ്പിച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ മാറ്റിയിടുന്നത് തുരുമ്പിച്ചിരിക്കും. അപ്പോൾ ആ ഭാഗത്തെല്ലാം ഇതേപോലെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും.